ടെലി കോളിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെയിൽസ്, നമ്മുടെ കമ്പനിയുടെ സെയിൽസ് നടത്താൻ പറ്റും. അറിയാം, നമുക്ക് സെയിൽസ് കൂടിയാലാണ് നമ്മുടെ കമ്പനി ഗ്രോത്തിൽ എത്തിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിലാണ് നമ്മളൊരു സ്പെഷ്യൽ എംപ്ലോയി ആയി മാറുന്നത്. നമ്മൾ സ്പെഷ്യൽ എംപ്ലോയി ആയാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള സാലറി കിട്ടുക. സോ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 ഇയറോളം നിങ്ങളുടെ CV കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രം, വേറെ ഹാഫ് സാലറി പോലുള്ള വലിയ ചാർജുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹൈ പാക്കേജും പ്ലസ് റെപ്യൂട്ടഡ് കമ്പനിയുമായിട്ടുള്ള ജോലി കരസ്ഥമാക്കാൻ പറ്റുന്ന നല്ലൊരു ചാൻസ് ആയിരിക്കും. അതിനുവേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ CV ഒന്ന് അയച്ചിട്ടാൽ മതി. സോ ടെലികോളിംഗിന്റെ കാര്യങ്ങൾ ആദ്യം വേണ്ടത് നമുക്കൊരു ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം. എന്തൂസിയാസം ഉണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് സംശയത്തോടു കൂടി കോൾ ചെയ്യരുത്. അതിനുവേണ്ടി നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി നല്ലപോലെ പഠിച്ചിരിക്കണം. ആ പ്രൊഡക്റ്റിനെ പഠിക്കുന്നതിനേക്കാൾ ഉപരി ആ ഒരു പ്രൊഡക്റ്റിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. കാരണം ആ പ്രൊഡക്റ്റ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് അത് ജീവിതത്തിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടാക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സെല് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് പറഞ്ഞ വാക്കിന് പ്രത്യേകിച്ച് അങ്ങനെ അർത്ഥങ്ങളില്ല. ഈ കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ടും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവാണ്. കാരണം ഒരു കസ്റ്റമർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ആ പുള്ളിയുടെ അടുത്ത് തിരിച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആള് നമ്മളെ കണ്ണിൽ നോക്കും, നമ്മുടെ സംസാരത്തിന്റെ വേരിയേഷൻ നോക്കും. അതായത് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി ഈ പറയുന്ന ആൾക്ക് വല്ല അറിവുണ്ടോ, അല്ലെങ്കിൽ പറയുന്നതിന്റെ കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് മുഴുവൻ നിൽക്കുന്നത് അതിന്റെ അറിവില്ല. അപ്പൊ നിങ്ങൾ എന്നൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അറിവുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആരോടെങ്കിലും തർക്കിക്കുമ്പോൾ, ആരോടെങ്കിലും ഒന്ന് ഡിബേറ്റിന് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നത്. അത് കോൺഫിഡൻസ് എന്നുള്ളൊരു പാർട്ട് നിങ്ങൾ ശീലിച്ചതോ പഠിച്ചതോ അല്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല അറിവുണ്ട്. സോ ആരുടെ അടുത്തും ആ കാര്യം എനിക്ക് പറഞ്ഞ് ജയിക്കാനുള്ള കഴിവുണ്ട്. അതാണ് കാര്യം. കോൺഫിഡൻസ് കംപ്ലീറ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ പെർട്ടിക്കുലർ ആ സബ്ജക്റ്റിനെ, ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് ആണ്. അത് മാത്രം മനസ്സിലാക്കുക. സോ ഡിറ്റർമിൻഡ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ആ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി നമുക്കാണെങ്കിൽ അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് നല്ലോണം ഉപകാരപ്പെടുന്നുള്ള ഉറപ്പ് ആദ്യം ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം കോൺഫിഡന്റ് ആവുക. കോൺഫിഡന്റ് ആവാൻ വേണ്ടി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അതിന്റെ പാസ്റ്റും ഫ്യൂച്ചറും പഠിച്ചിരിക്കണം. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമറോട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ പാരന്റ്സിനോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ കസിൻസിനോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു ചർച്ചയാണ് ആ ഹാളിൽ നടക്കണത് നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇടപെടും ഇല്ല, കാരണം അത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറിവുള്ള ഒരു ഏരിയനെ പറ്റിയിട്ട് നിങ്ങളുടെ പാരന്റ്സ് സംസാരിക്കുന്ന സഹോദരൻ, നിങ്ങൾ അതിൽ ഇടപെട്ട് പല കാര്യങ്ങളും നിങ്ങൾ പറയും. ആ പറയുന്നത് നിങ്ങൾ സെയിൽസ് പഠിച്ചിട്ടാണോ, നിങ്ങൾ കോൺഫിഡന്റ് ഉണ്ടായിട്ടാണോ? അല്ല, ഇത് ഓട്ടോമാറ്റിക് വരണതാണ് നമുക്ക് അറിവുള്ളത് കൊണ്ട്. അത് തന്നെയാണ് ഈ സെയിം ടെലികോളിംഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നല്ല അറിവുണ്ടായിരിക്കുക, നമുക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. സോ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ CV അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ജോബ് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇതുപോലുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.